ഹലോ, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ചെടിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചെടികൾ ഒരുപാട് ചെടികളുണ്ട് വിറ്റൊഴിവാക്കണം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യാതെ. എല്ലാ ചെടികളും കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ വിലയൊക്കെ അവരോട് തന്നെ ചോദിക്കണം. വിലയൊന്നും ഞാൻ എഴുതണില്ല, ഓരോന്നായിട്ട് ഞാൻ എടുത്തിട്ടുമില്ല. അവിടെ പോയിട്ട് ഒന്നിച്ചെടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ വീട് പാല് കാച്ചലൊക്കെ കഴിഞ്ഞ് കൂടിയിരിക്കുന്നവർക്കൊക്കെ നല്ല ബുഷി പോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയും വാങ്ങാവുന്നതാണ് കേട്ടോ. ഇത് വെയിലത്തായിട്ടാണ് ഇങ്ങനത്തെ കളറ്, കുറച്ച് ലൈറ്റുള്ള കളറാണ്. സ്ഥലത്താണെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു അഗ്ലോണിമാണ് ഇത് കേട്ടോ. പിന്നെ ഇവർക്ക് കുറച്ച് ഭാഗമൊക്കെ ഒന്ന് ഒഴിവാക്കണമെന്നുണ്ട്. നല്ല ചെടികളുള്ളൊരു വീടാണിത്. ഒരുപാട് ചെടികളും ഉണ്ട്. ആദ്യം മരച്ചെടികളുണ്ടായിരുന്നു, ആദ്യം ഒരുപാട്, ഇപ്പോഴും ഉണ്ട്. ഈ വൈറ്റൊക്കെ ഉള്ളത് നല്ല ബുഷി പോട്ടാണ്. അങ്ങനത്തെ ഒക്കെ നല്ലൊരു ചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, 6 തൈ 7 തൈയൊക്കെ ഉണ്ടാവും ഒരു ബുഷി പോട്ടിൽ. ഏറ്റവും വില കുറച്ചിട്ടാണ് ഇവർ ചെടികൾ കൊടുക്കുന്നത്. മനസ്സിലായി? 6 എണ്ണോ 7 എണ്ണൊക്കെ പൂവിട്ട ചെടികളാണ്, ഒക്കെ കൊലച്ചിരിക്കുന്നത്. എൻ്റെ പൂക്കളൊക്കെ കുറേയൊക്കെ ഞാൻ നുള്ളിയെടുത്തതാണ്. പിന്നെ മുള്ളില്ലാത്ത അങ്ങനത്തെ യൂഫോർബിയ ഇതിൻ്റെ ചെടികളൊക്കെയാണത്. അതുപോലെ തന്നെ എന്താ പറയുക, പിന്നെ അഗ്ലോണിമകൾ വേറെ 1 2 ഐറ്റം 3 ഐറ്റം കൂടെ വേറെ കാണണം. ഇതുമുണ്ട്. അതൊക്കെ വെയിലിൻ്റെ കടുപ്പം കൊണ്ട് പൊള്ളിയതാണ്. നിലയിൽ ഒരുപാട് തൈകളുണ്ട്. അതൊരു മഞ്ഞപ്പൂവിൻ്റെ, പക്ഷെ മുള്ളുണ്ട് കേട്ടോ അതിന്. പിന്നെ വേറെയും എന്തൊക്കെയോ ചെടികളുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. എനിക്കൊരു ലൈക്ക് തരുന്നതിൽ എന്താണ് ഇത്ര മടി? എൻ്റെ ഈ ഒരു കൊച്ചു ചാനൽ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി നിങ്ങളെ സപ്പോർട്ട് എനിക്കുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതൊക്കെ നല്ല 2 തൈ 3 തൈയുള്ള ചെടികളാണ്. അതുപോലെ പിന്നെ എന്താ പറയുക, ഇതൊക്കെ നിങ്ങൾക്ക് ചോദിച്ചാൽ മതി ഇതിൻ്റെയൊക്കെ വില എത്രയാണെന്ന് കേട്ടോ. നല്ല ബുഷിയാണ് ആ തൈകൾ. പിന്നെ കലേഡിയതാ, പിന്നെ ലിഫ്റ്റിക് അഗ്ലോണിമുണ്ട്, ഒരുപാടുണ്ട്. കലാത്തിയുണ്ട്. പിന്നെ എനിക്ക് പറയാനറിയില്ല. ഇതിൻ്റെയൊക്കെ തൈകളുണ്ട്, ഇഷ്ടം പോലെ കൊടുക്കാം. ചെറിയ തൈയുണ്ട്. 100 രൂപ തൊട്ടിട്ടുള്ള എല്ലാ ചെടികളും ഉണ്ട്. ഉണ്ടോ? ഇവരെ ചെടി ഞാൻ ഇതിന് മുമ്പിട്ടിട്ടുണ്ട്. കുറച്ചൊക്കെ ആളുകൾ വാങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ അവർക്കത് കുറച്ചൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആണ്. അപ്പം നിങ്ങൾ ആര് ചോദിക്കാലും നിങ്ങൾ ചോദിച്ചാൽ മതി. കോൾ ചെയ്യേണ്ട, വാട്സപ്പിൽ സംസാരിക്കുന്നുണ്ടാവും, നന്നായിരിക്കുക. ഇതിലാദ്യമായിട്ടാണ് ഇപ്പോൾ സ്വന്തമായിട്ട് ഞാൻ ഇന്ന് ഇവരിതൊക്കെ കൊറിയർ ചെയ്ത് കൊടുത്തിരുന്നു. ഇപ്പം എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞപ്പോഴാണ് അവർ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ എത്ര രൂപ വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ചെറിയ ഇഷ്ടം പോലെ ചെടികളുണ്ട് ഒരിടത്ത്. എന്താ അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ചാനൽ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. ഇതിൻ്റെ തൈയുണ്ട്, ഇഷ്ടം പോലെ തൈകളുണ്ട് ഇതിന്. ഇതൊക്കെ ഒരു പോട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. മഞ്ഞ ചെമ്പരത്തി ഉണ്ട്. അതൊക്കെ തൈകളില്ല കേട്ടോ, അതിൻ്റെ തൈകളുണ്ടാവും. നിങ്ങൾക്ക് വേണ്ട ചെടി ഏതാച്ചാൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഇതിൻ്റെ തൈ അത് കൊടുക്കാനുള്ളതാണെന്നാണ് പറഞ്ഞത്. കലേഡിയുണ്ട്. അപ്പോൾ ആന്തൂറിയം, പച്ച അഗ്ലോണിമ അതുണ്ട്. അപ്പോൾ ഇത് ഒരു വീട്ടമ്മൻ്റെ ഒരു
വീട്ടിലിരുന്ന് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്നവരെ പ്രോത്സാഹിപ്പിച്ച് അവരെ ചെടികളൊക്കെ വാങ്ങി ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അവർക്ക് കട്ടിങ് വേണ്ട, കട്ടിങ് ചോദിച്ചാൽ അവർ തരുന്നതായിരിക്കും. ഈ ചെടികളൊക്കെ പല ഐറ്റം ചെടികളും ഉണ്ട്. കട്ടിങ്ങൊക്കെ ഈ സമയത്തൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ പിടിക്കുന്നതാണ്. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് ഞാൻ വേറെ ഒന്നല്ല പറയുന്നത്, എനിക്കൊരു ലൈക്കും ഒരു കമൻറ്റും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും കൂടി ശ്രമിക്കുക. അത്രയേ ഉള്ളൂ. ഒരിക്കലും മറക്കൂല. ഞങ്ങൾ ഓരോരുത്തരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് പിന്നെ ഇതിലേക്ക് കൊണ്ടുവന്ന നിങ്ങൾക്ക് ഞാനിത് ചാനൽ എൻ്റെ കയ്യിൽ കുറച്ച് ചെടി ഉണ്ടായപ്പോൾ വെറുതെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാണ്. ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് ഇതൊക്കെ ഞാൻ ഇമ്മന്ന് ഉള്ളിട്ടതാണ്. ഇതാണ് വലിയ ചെടിയാണ്. അങ്ങനത്തെ ഒരു 2-3 ചട്ടി നിറച്ചുണ്ട്. എന്ത് ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഞാൻ കൂടുതലൊന്നും നീട്ടിക്കൊണ്ടുപോകണില്ല. ഇത് എല്ലാവരും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നോക്കട്ടോ.